റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു. വാട്ട് എ ടീം, വാട്ട് എ പെർഫോമൻസ്. ധരംശാലയെ ചുവപ്പിച്ചുകൊണ്ട് ഗുജറാത്തിന് നിൽക്കാൻ ഒരിടം പോലും കൊടുക്കാതെ RCB ഇതാ മറ്റൊരു ഫൈനലിലേക്ക് കൂടി കാലെടുത്തു വെക്കുന്നു. ബാക്ക് ടു ബാക്ക് ഫൈനൽസ്, ബാങ് ബാങ് ബംഗളൂരു. ചെന്നൈയും മുംബൈയുമെല്ലാം IPLനെ ഡോമിനേറ്റ് ചെയ്യുന്ന കാലങ്ങളിൽ ഇതുപോലൊരു സമയം തങ്ങൾക്കും വരുമെന്ന് RCB ആരാധകർ ഒരുപാട് കിനാവ് കണ്ടിരിക്കും. ഈ നേട്ടങ്ങൾക്കെല്ലാം ഏറ്റവും അധികം നന്ദി പറയേണ്ടത് ആരോടാണ്? ആദ്യം ക്യാപ്റ്റൻ രജത് പട്ടീദാറിനോട് തന്നെ. 2021 ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് എല്ലാവരാലും മറക്കപ്പെട്ട് വെറുമൊരു റീപ്ലേസ്മെൻറ്റ് പ്ലെയറായി തിരികെ വന്നവൻ പിന്നീട് ഒരു കാലത്ത് അപ്രതീക്ഷിതമായി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക്. അല്ലെങ്കിലും ഏറ്റവും മനോഹരമായത് ഏറ്റവും അപ്രതീക്ഷിതമായി വരും എന്നാണല്ലോ. സീസൺ തുടക്കം മുതൽ ഏറ്റവും കൺസിസ്റ്റൻ്റായ ടീം തന്നെയായിരുന്നു ബംഗളൂരു. നിശ്ചയമായും പ്ലേ ഓഫിലേക്ക് കിടക്കുമെന്ന് ആദ്യം മുതലേ തോന്നിച്ച സംഘം. പക്ഷേ തുടർ വിജയങ്ങൾക്കിടയിലും ക്യാപ്റ്റൻ പട്ടീദാർ അദൃശ്യനായിരുന്നു. പക്ഷേ നിർണായക സമയം അദ്ദേഹം വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നു. ധർമ്മശാലയിലെ മലമടക്കിൽ നീളൻ മുടിയുമായി അയാൾ നടത്തിയത് ഒരു സംഹാര താണ്ഡവം തന്നെയായിരുന്നു. ഗുജറാത്തിനെതിരെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ RCB 14 ഓവറിൽ 3 വിക്കറ്റിന് 140 റൺസ് എന്ന നിലയിലാണ്. പട്ടീദാർ 13 പന്തിൽ 21 റൺസുമായി പതർ നിൽക്കുന്നു. പന്തെറിയുന്നത് പ്രസിദ്ധ് കൃഷ്ണ. പട്ടീദാറിൻ്റെ ബാറ്റിൽ തട്ടി പന്തുയരുകയാണ്. പക്ഷേ അനായാസകരമെന്ന് തോന്നിച്ച ക്യാച്ച് സ്ക്വയർ ലെഗിൽ കബിസോ റബാഡയുടെ കയ്യിൽ നിന്നും ഊർന്നു വീണു. ഇന്നലത്തെ മത്സരത്തിൽ ഗുജറാത്ത് ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. ആ തെറ്റിന് പട്ടീദാർ പരമാവധി ശിക്ഷ തന്നെ നൽകി. അവസാന 6 ഓവറിൽ അടിച്ചുകൂട്ടിയത് 114 റൺസ്. അടുത്ത 20 പന്തിൽ അവൻ അടിച്ചുകൂട്ടിയതോ 72 റൺസ്. ഒരു കൊടുങ്കാറ്റ് പോലെ ഗുജറാത്ത് ബൗളിങ്ങിനെ പിടിച്ചു കുലുക്കിയ ഇന്നിങ്സ്. പല നല്ല പന്തുകൾ പോലും പറന്നിറങ്ങിയത് ഗാലറിയിലാണ്. ഒരു വേള സ്വപ്നസമാനമായ സെഞ്ചുറി എന്ന് തോന്നിച്ചുവെങ്കിലും 33 പന്തിൽ 93 റൺസുമായി അവൻ പുറത്താകാതെ നിന്നു. സ്ട്രൈക്ക് റേറ്റ് 281, 9 വലിയ സിക്സറുകൾ. അതോടെ RCB സ്കോർ ചെന്ന് നിന്നത് 20 ഓവറിൽ 254 റൺസിൽ. IPL പ്ലേ ഓഫ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ. മാനസികമായി തകർന്ന ഗുജറാത്തിനെ എറിഞ്ഞിടുക എന്നതായിരുന്നു അടുത്ത ജോലി. തൻ്റെ ബൗളർമാരെയും കൂട്ടി രജത് പട്ടീദാർ അതും വൃത്തിക്ക് ചെയ്തു. ഒന്ന് പൊരുതാൻ പോലുമാകാതെയാണ് ഗില്ലും സംഘവും മുട്ടുമടക്കിയത്. വിരാട് കോഹ്ലിയെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കും? 25 പന്തിൽ 43 റൺസുമായി ഇന്നലെയും ഇന്നിങ്സിന് അടിത്തറയിട്ടത് അയാൾ തന്നെയാണ്. വർഷങ്ങളായി IPLൽ നമ്മൾ കണ്ടത് പക്വതയോടെ ഇന്നിങ്സ് കെട്ടിപ്പടുത്ത് പിന്നീട് തകർക്കുന്ന ഒരു വിരാട് കോഹ്ലിയായിരുന്നു. എന്നാൽ 2026 നമ്മൾ കണ്ടത് തൻ്റെ സുരക്ഷിത താവളങ്ങളെല്ലാം തല്ലി തകർത്ത് ആദ്യ പന്ത് മുതൽ തീ തുപ്പുന്ന മറ്റൊരു വെർഷനാണ്. ഈ സീസണിൽ ഇതുവരെ അടിച്ചുകൂട്ടിയത് 557 റൺസ്. അതും തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച 164 സ്ട്രൈക്ക് റേറ്റിൽ. പവർ പ്ലേയിൽ എതിരാളികളുടെ നെഞ്ചിലേക്ക് കോഹ്ലി ഭയത്തിൻ്റെ വിത്തുകൾ പാകി. അത് ടീമിനാകെയും ഊർജ്ജമായി. വിരാട് കോഹ്ലി പവർ പ്ലേ പിന്നിട്ടും ക്രീസിലുണ്ടെങ്കിൽ RCB തോറ്റിട്ടില്ല എന്നൊരു ചരിത്രം കൂടി ഈ സീസണിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട്. 7 മത്സരങ്ങൾ, 7 വൻ വിജയങ്ങൾ. പറയേണ്ട മറ്റൊരാൾ ദേവദത്ത് പടിക്കലാണ്. ലക്നൌവിൽ ഫോം ഔട്ടായി വെറും 2 കോടി രൂപയ്ക്ക് RCBയുടെ പടിവാതിക്കൽ എത്തുമ്പോൾ ദേവദത്ത് പടിക്കൽ എന്ന മലയാളി പയ്യനെ പലരും ഒരു ബാക്കപ്പ് കളിക്കാരൻ മാത്രമായാണ് കണ്ടത്. എന്നാൽ പിന്നീട് നടന്നതോ നമ്പർ 3-ൽ അവൻ പുതിയൊരു അവതാരമെടുത്തു. ഈ സീസണിൽ ഇതുവരെ 433 റൺസ് അടിച്ചുകൂട്ടി. അതും 172 എന്ന സ്ഫോടനാത്മകമായ സ്ട്രൈക്ക് റേറ്റിൽ. വിക്കറ്റുകൾ നഷ്ടമാകുമ്പോൾ ഭയന്നു പിന്മാറിയില്ല. ഇരട്ടി വീര്യത്തോടെ കളിയുടെ മൊമെൻറ്റം ടീമിനെ അനുകൂലമാക്കി. ഇന്നലെ ഗുജറാത്തിനെതിരെ കോഹ്ലിയും ദേവദത്ത് പടിക്കലും ചേർന്ന് പടുത്തുയർത്തിയത് 72 റൺസിൻ്റെ പ്രൗഢഗംഭീരമായൊരു പാർട്ണർഷിപ്പാണ്. ഈ സീസണിലെ അവരുടെ 7ാമത്തെ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് കൂടിയായിരുന്നത്. പരിക്ക് മാറിയെത്തിയ ജോഷ് ഹേസൽവുഡ് ഒന്ന് പരുങ്ങിയപ്പോൾ ആരാകും ആ റോൾ ചെയ്യുക എന്ന ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ നിശബ്ദനായ ഒരാൾ ആ ചോദ്യത്തിന് നേർക്ക് തൻ്റെ കൈ ഉയർത്തി. ലേലഹാളിൽ നിന്നും 10.75 കോടിക്ക് സ്വന്തമാക്കുമ്പോൾ നെറ്റ് ചൊളിച്ചവർക്ക് മുന്നിൽ അയാൾ തലയുയർത്തി നിൽക്കുന്നു. തൻ്റെ 36-ാം വയസ്സിലും പ്രായത്തെ വെറും അക്കങ്ങൾ മാത്രമാക്കി മാറ്റി ഭൂവി ഇതാ RCB ബൗളിംഗ് നിരയുടെ തലവനായി മാറിയിരിക്കുന്നു. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ പർപ്പിൾ ക്യാപ്പും ഇപ്പോൾ ആ വെറ്ററൻ്റെ തലയിലാണ്. പറയാൻ പേരുകൾ വേറെയുമുണ്ട്. മിഡിൽ ഓവറുകളിൽ കവചം തീർക്കുന്ന കൃണാൽ പാണ്ഡ്യയും കാമിയോ ഇന്നിങ്സുകൾ നൽകിയ ടിം ഡേവിഡുമെല്ലാം പ്രതീക്ഷക്കൊത്തുയർന്നു. ഇടയ്ക്ക് കിട്ടിയ അവസരങ്ങൾ ജേക്കബ് ഡഫിയും മുതലെടുത്തു. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഉയർന്നു വരുന്ന ഒരു ചാമ്പ്യൻ ടീമായിരുന്നു ഈ സീസണിൽ ഉടനീളം RCB ആരാധകരെ, നോക്കൂ ഈ യാത്ര നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്. എല്ലാവരും ട്രോളിയ ആ ടീമിൽ നിന്ന് ഇതാ നമ്മൾ തുടർച്ചയായ 2ാം വർഷവും ഫൈനലിൽ എത്തി നിൽക്കുന്നു. എതിരാളികളെ ചലഞ്ച് ചെയ്യുന്നു. നമ്മുടെ ചരിത്രത്തിലെ 5ാം ഫൈനലാണിത്. ഈ ലേലത്തിൽ ടീമിലെത്തിയ വെങ്കടേഷ് അയ്യർ എന്ന കളിക്കാരൻ 12 മത്സരങ്ങൾ പുറത്തിരുന്നിട്ടും ടീമിലേക്ക് തിരിച്ചു വന്ന് 73 റൺസ് അടിച്ച് പറഞ്ഞു തോർക്കുക. RCB ഒരു ചാമ്പ്യൻ ടീമാണ്. ഈ അന്തരീക്ഷത്തോട് ചേർന്ന് നിൽക്കുക എന്നത് എൻ്റെ കടമയാണ്. അതാണ് നമ്മുടെ സംസ്കാരം, അതാണ് നമ്മുടെ സാഹോദര്യം. ഫൈനൽ മത്സരം അഹമ്മദാബാദിൽ കാത്തിരിക്കുകയാണ്. എതിരാളികൾ ആരായാലും RCB പറയുന്നത് ഇത്രമാത്രം:
ഞങ്ങളുടെ വിശപ്പ് അടങ്ങിയിട്ടില്ല. ഞങ്ങളൊരു കോട്ട കാത്തു സൂക്ഷിക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നും വേട്ടയിലാണ്. ഞങ്ങൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ്. വേട്ടക്കാർ ഇരയെ പിടിക്കാൻ ഇക്കുറിയും റെഡിയാണ്.